ஐயா வணக்கம். ஒரு கதை சொல்லட்டுமா? സാധാരണക്കാരൻ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ കരിവഞ്ഞൂർ ബാങ്കിൽ കൊണ്ടിടുമ്പോൾ അതിൻ്റെ മുതലും പലിശയും കൊള്ളയടിച്ച് തിന്ന് വീർത്ത് മക്കളും മക്കളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ലക്ഷറി കാറും ആഡംബര വീടും ഹോട്ടലുകളും പണിതു കൊടുത്ത് സാധാരണക്കാരൻ്റെ പൈസ എടുത്ത് കൊള്ളയടിച്ച് അത് സ്വന്തം ബിനാമികൾക്ക് മറിച്ച് വായ്പയായിട്ട് അടിച്ച് എന്നിട്ട് ആ ബിനാമികളുടെ കയ്യിൽ നിന്നും ഈടായിട്ട് ചെറിയ, അതായത് സ്ഥലത്തിന് ഏറ്റവും കുറവുള്ള സ്ഥലം തുകയായിട്ട് മേടിച്ച് വലിയ ലോണുകൾ അങ്ങോട്ടേക്ക് കൊടുത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി, നമ്മുടെ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അതിൻ്റെ മൊത്തം ഗുണഭോക്താക്കളായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ കണ്ടെത്തിയപ്പോൾ നമ്മുടെ അപ്പം ഗോവിന്ദൻ ഒന്ന് പേടിച്ചു. എന്നിരുന്നാലും അപ്പം ഗോവിന്ദൻ ആ സമയത്ത് പറഞ്ഞത് EDയെ ഞാൻ നേരിടും എന്നാണ്. പക്ഷേ EDയെ നേരിടാൻ പോയിട്ട് EDയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും അണ്ണന് ഒരു ധൈര്യമില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് ചെയ്തു? ഈ CPMൻ്റെ മൊത്തം കൊണാണ്ടർമാരെ ആടപടലം തൂക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കെടുത്തു എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഇവർക്കെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങനെ കണക്കെടുത്തു. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ 300 കോടി രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴുള്ള മൊത്തത്തെ കണക്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 180-200 കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പതിയെ CPMന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തുടങ്ങി. നമ്മുടെ CPMന്റെ 73.62 ലക്ഷം രൂപയുടേതടക്കം 29.29 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി വെറുതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. എന്നിട്ടും നമ്മുടെ ഗോവിന്ദണ്ണൻ കുലുങ്ങിയില്ല. പിണറായി പിന്നെ തീരെ കുലുങ്ങിയില്ല. കാരണം മകൾക്ക് വേറെ കമ്പനി ഉണ്ടല്ലോ. പോരാത്തതിന് ദുബായിൽ അക്കൗണ്ടും ഉണ്ട്. അതുകൊണ്ട് അണ്ണ സേഫാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മയോ ക്ലിനിക്കിൽ നിന്ന് പോകും. പിന്നെ അതുവഴി നെതർലാൻഡ്സ് വഴി കറങ്ങി മലേഷ്യ വഴി ഇങ്ങനെ കയറി അവിടെ നിന്ന് നേരെ UAE വന്ന് 2 ദിവസം അവിടെ വിശ്രമം. എന്നിട്ടാണ് അണ്ണൻ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അണ്ണ സേഫാണ്. കേരളം മുങ്ങി താണാനും UAE ഓടി തള്ളാമല്ലോ. അങ്ങനെ നമ്മുടെ അപ്പ ഗോവിന്ദണ്ണ വലിയ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. CPM അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് അണ്ണൻ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. CPM അങ്ങനെ ചെയ്യില്ലായിരിക്കും, അണ്ണനും ചെയ്യില്ലായിരിക്കും. പക്ഷേ കൂടെ നടക്കുന്നവർ ചെയ്തു കഴിഞ്ഞാൽ അണ്ണനാണല്ലോ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. പാർട്ടി പ്രതിയാണ്. അതായത് CPMനെ അതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് CPMനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിവഞ്ഞൂർ കേസിലെ ഒരു സംഭവത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പ്രതി ചേർത്തപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരാണ്? അണ്ണൻ, ഗോവിന്ദണ്ണൻ. പാവപ്പെട്ട അണ്ണന് പ്രസംഗിക്കാനും നാട്ടുകാരെ തെറി പറയാനും പിന്നെ വരട്ടാനും മാത്രമല്ലേ അറിയാമെന്ന് അണ്ണനല്ലേ അറിയാളൂ. ലോല ഹൃദയനാണെന്ന് പാർട്ടിക്കാർക്കും അണ്ണൻ്റെ ചുറ്റും നിൽക്കുന്ന ചില ഉപജാപക വൃന്ദത്തിന് അറിയാം. പക്ഷേ ED നോക്കുമ്പോൾ അങ്ങനെയല്ല. നല്ല ഘടാഘടീയനായിട്ടുള്ള ഒരു വ്യക്തി തട്ടി തോളി കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെ നമ്മുടെ കരിവഞ്ഞൂർ ബാങ്കിൽ CPM എന്ത് ചെയ്തു? 124 കോടി രൂപ ഞങ്ങൾ തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 124 കോടി രൂപ നിക്ഷേപകരിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സഹകരണ വകുപ്പ് മന്ത്രി താറൊടുത്തിറങ്ങി. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചൊരു കൈയുണ്ട്. അത് സുരേഷ് ഗോപിയുടേതാണ്. സുരേഷ് ഗോപി കരിവഞ്ഞൂർ ബാങ്കിലെ ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. അതായത് MP ആയിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് കരിവഞ്ഞൂർ ബാങ്ക്, അതിലെ ജനങ്ങൾക്ക് നീതി എന്ന് സുരേഷ് ഗോപി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടായാലും നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു. സുരേഷ് ഗോപി ഇപ്പോൾ MP ആയി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി. അതിനുശേഷം തുരുതുരാ കരിവഞ്ഞൂരിൽ നടപടിയാണ്. അപ്പോഴാണ് 124 കോടി രൂപ നമ്മൾ കൊടുത്തോളാം, ഞാൻ കൊല കൊമ്പന എന്ന് EDയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞപ്പോൾ ED ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 124 കോടി രൂപ തിരിച്ച് നിക്ഷേപകരിലേക്ക്. നമ്മുടെ കൈരളി പീപ്പിൾ അതിൻ്റെ വാർത്ത അടിച്ചിരിക്കുന്നത് കരിവഞ്ഞൂർ വീണ്ടും ശക്തിപ്പെടുന്നു. 124 കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവരിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്നത് നമുക്കൊരു മോശമല്ലേ. അതുകൊണ്ട് കരിവഞ്ഞൂർ ബാങ്ക് ശക്തിപ്പെടുന്നു. അത് ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുനരുദ്ധാരണ നടപടികൾ വേഗത്തിലാക്കാൻ പ്രത്യേക ഒറ്റത്തവണ വായ്പാ തീർക്കൽ പദ്ധതിക്ക് അനുമതി. ഇതാണ് നമ്മുടെ വാർത്ത. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 8 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വായ്പാ തീർപ്പാക്കൽ പദ്ധതിക്ക് അനുമതി നൽകിയത്. ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് യോഗം ഈ തീരുമാനം കൈക്കൊണ്ടത്. വീണ്ടെടുപ്പിന്റെ പാതയിൽ കരിവഞ്ഞൂർ എന്ന് പറഞ്ഞാണ് വാർത്ത അടിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടെടുത്ത് അവസാനം കടപ്പാടം വരെ പോകുമെന്ന സ്ഥിതിയിലായപ്പോഴാണ് കരിവഞ്ഞൂരിലെ പൈസ തിരിച്ച് ബാങ്കിലോട്ട് ഇടാൻ അവർ തീരുമാനിച്ചത്. പക്ഷേ അത് ഇതുവരെ നിക്ഷേപകരുടെ കയ്യിലൊന്നും എത്തിയിട്ടില്ല. ഈ വാർത്ത വന്നത് മാത്രമേ ഉള്ളൂ. ഈ വാർത്ത അന്നും ഞാൻ ചെയ്തതാണ്. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. നമുക്കാർക്കും പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. 124 കോടി രൂപ ഇപ്പോൾ സ്വനത്തിൽ തരുമെന്ന് പറഞ്ഞാണ്. ഇതുവരെ ആ സ്വനത്തിൽ നമ്മൾ കണ്ടില്ല. അതെന്തായി എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം. ദേശാഭിമാനിയിലെ വാർത്ത എഴുതണം, അത് നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വാർത്താ സമ്മേളനം നടത്തുന്ന മനുഷ്യനാണല്ലോ, റെഡ്ഡൈ ചങ്കനാണല്ലോ. എന്തായാലും
ഇപ്പോൾ വരുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ 29.29 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാവന്മാരെ ആടാപടലം പൂട്ടി. അതായത് CPM കാരന്മാരെ പൂട്ടി, CPMനെ പൂട്ടി, CPMന്റെ ബിനാമികളെ പൂട്ടി, ഈ ലവനെ ഇവനെ എല്ലാം പൂട്ടി. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എല്ലാ എണ്ണത്തിനെയും പൂട്ടിയ ശേഷം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 88 കോടിയോളം രൂപയാണ് ഇപ്പോൾ കരുവന്നൂരിൽ CPMന്റെ കയ്യിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ തുക തിരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിക്ഷേപകർക്ക് കൊടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഉടനെ തന്നെ കരുവന്നൂരിൽ ബാധിക്കപ്പെട്ട നിക്ഷേപകരുടെ കയ്യിലേക്ക് എത്തും. ഈ നിക്ഷേപകരുടെ കയ്യിലേക്ക് എത്തുമെന്ന് പറയുമ്പോഴും അതിനാധാരമാകുന്നത് റോസ് വാലി തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പും കൊൽക്കത്ത കോടതി അതിൽ പുറപ്പെടുവിച്ചൊരു വിധിയുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എന്താണ് സംഭവം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്തായിരുന്നാലും മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം വിചാരണ നടക്കുമ്പോൾ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കാര്യം കണ്ടുകെട്ടി കഴിഞ്ഞാൽ, സ്വത്തുക്കൾ കണ്ടുകെട്ടി കഴിഞ്ഞാൽ വിചാരണ നടന്നു കഴിഞ്ഞ് ഒരു 5, 6, 7, 8 വർഷം കഴിഞ്ഞ് മാത്രമേ ഈ പിടിച്ച സ്വത്തുക്കൾ തിരിച്ച് നിക്ഷേപകരിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വിചാരണാ വേളയിലും ഈ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് പിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു നിയമം അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരണ വേളയിൽ തന്നെ ഈ സ്വത്തുക്കൾ തിരിച്ച് നിക്ഷേപകരിലേക്ക് എത്തും. അതിന് ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയാവലിൽ കുറച്ചു പേർക്കെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഴി നിക്ഷേപ തുക തിരിച്ചു കിട്ടാൻ കൊൽക്കത്തയിലെ റോസ് വാലി കേസിലെ നടപടിയാണ് ഇവർ മാതൃകയാക്കുന്നത്. വൻ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് 12 കോടി ആൾക്കാരിൽ നിന്നാണ് ഈ റോസ് വാലി റിസോർട്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ റോസ് വാലിയുടെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ 12 കോടി ആൾക്കാരുടെ കയ്യിൽ നിന്നും സൗജന്യ ഭക്ഷണം, താമസം തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ നിക്ഷേപത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് തുക ഇടുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തി. അങ്ങനെ അത് വലിയ, അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു തട്ടിപ്പായിട്ട് ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ പൈസയൊക്കെ തിരിച്ചു പിടിച്ച കഥയൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ചു പിടിച്ചിട്ടാണ് നിക്ഷേപകർക്ക് ആ തുക തിരിച്ചു കൊടുക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞത്. ഈ ഹൈക്കോടതി വിധിയാണ് കരിവന്നൂരിലും വലിയ രീതിയിൽ നിക്ഷേപകർക്ക് തുറുപ്പ് ചീട്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് കരിവന്നൂർ കേസ് പ്രതികളുടെ 88.58 കോടിയുടെ സ്വത്തുക്കളടക്കം നിക്ഷേപകരും ഇഡിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. PMLA കോടതിയിൽ ഇഡി സമർപ്പിച്ച അപേക്ഷയിൽ അനുമതി ലഭിച്ചാൽ നിക്ഷേപകർക്ക് ഈ തുക നൽകാം. നിക്ഷേപ തട്ടിപ്പുകളിൽ വിചാരണ പൂർത്തിയാക്കിയ ശേഷം മുമ്പ് തുക തിരികെ നൽകിയിരുന്നു. ഇതിന് വർഷങ്ങൾ വേണ്ടിവരും. ഭേദഗതി വരുത്തിയ PMLAയുടെ നിയമത്തിലെ വകുപ്പ് 8 അനുച്ഛേദം 8, ഈ വകുപ്പ് 8 അനുച്ഛേദം 8 പ്രകാരം ഈ തുക, അതായത് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അങ്ങനെ കരിവന്നൂരിലെ ആൾക്കാരുടെ നിക്ഷേപ തുക ഈ ഒരു ക്രൈറ്റീരിയ കൂടെ കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് എത്തും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 30 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതോടുകൂടി ആകപ്പാടെ 87.75 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. അതിനുശേഷം ഇഡി കണ്ടുകെട്ടിയതും കൂടെ ചേർത്താണ് ഏകദേശം 88 കോടിയോളം രൂപ സ്വത്തുക്കൾ വരുന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. ഏറ്റവും അവസാനം തരാനുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഈ കേസിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു തട്ടിപ്പ് നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ തട്ടിപ്പ് നടത്തിയവരെയോ അല്ലെങ്കിൽ ആ തട്ടിപ്പുമായി പ്രവർത്തിച്ചവരെയോ, അതായത് ഈ തട്ടിച്ചവരും വെട്ടിച്ചവരുമായിട്ടുള്ള ആൾക്കാരിൽ എല്ലാവരിൽ നിന്നും ഈ തട്ടിച്ച തുകയുടെ 60% തിരിച്ച് ഈടാക്കണം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഈ 60% ഇപ്പോൾ തികഞ്ഞിട്ടില്ല. 60% തികയണമെങ്കിൽ ഏകദേശം 150ഓളം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇവരുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് കണ്ടുകെട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 88 കോടിയുടെ സ്വത്തുക്കൾ മാത്രമേ കണ്ടുകെട്ടിയിട്ടുള്ളൂ. ആ തുകയാണ് തിരിച്ച് നിക്ഷേപകരുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. ഇനി ബാക്കി തുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴും പറയാത്ത കാര്യം. ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന തട്ടിപ്പ് വീരന്മാരെ എല്ലാം മാളത്തിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞതാണ് പൂട്ടിക്കുമെന്ന്. സുരേഷ് ഗോപി പൂട്ടിച്ചു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പം ആദ്യം നല്ലപോലെ താറടിച്ചിരുന്നു. ജയിക്കുന്നതിന് മുമ്പേ. ജയിച്ചു കഴിഞ്ഞപ്പോൾ താറടിക്കലിന്റെ ആക്കം കൂട്ടി. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരാൻ പാടില്ല. പുള്ളി ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ പറയും. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റും. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.